സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയുടെ പങ്ക് ആദ്യം സംശയിച്ചത് ഹൈക്കോടതിയാണ്. ശബരിമലയെ കൊള്ള സങ്കേതമാക്കി മാറ്റിയോ എന്ന സംശയം ശരിയെന്ന് തെളിയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൊള്ളയടിക്കുക മാത്രമല്ല, കളവ് നിയമത്തിന് മുന്നിൽ വരാത്ത വിധം മറയ്ക്കാനും ശ്രമം നടന്നിരുന്നു. അന്വേഷണ സംഘത്തിനാകട്ടെ സമ്മർദ്ദത്തിൽ നിന്ന് മാറാനും കഴിയുന്നില്ല. ഹൈക്കോടതിയിൽ നിന്ന് വിമർശനം കേട്ടാലും കുഴപ്പമില്ലെന്ന രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോയാൽ കോടതി സംശയിക്കുന്ന വൻ തോക്കുകൾ രക്ഷപ്പെടും. പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ചെറിയ പുള്ളികളല്ല. സ്വർണം പൂശലിൻ്റെയും സ്പോൺസർഷിപ്പിൻ്റെയും മറവിൽ സന്നിധാനത്ത് വിലസിയവരാണ്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ, സ്വർണം പൊതിഞ്ഞ കതക്, കട്ടിളപ്പാളികളിലെ സ്വർണം എല്ലാം ചെമ്പെന്ന് വരുത്തി തീർത്തവർ ഉരുപ്പടികൾ എത്തിച്ചു കൊടുത്തത് പങ്കജ് ഭണ്ഡാരിക്കാണ്. ഓർക്കേണ്ട കാര്യം, തൊട്ടു മുൻപത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞ കാര്യം ഓർക്കുക. സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് കൊടുത്തുവിട്ടതല്ല, ഞങ്ങൾ കൊണ്ടുകൊടുത്തതാണ്. അതിന് ദേവസ്വം ബോർഡ് ജീവനക്കാരും ഒപ്പം പോയി എന്നാണ്. അതേ സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരി ഇപ്പോൾ അറസ്റ്റിൽ. 2019 മാത്രമല്ല, ഈ വർഷവും തട്ടിപ്പ് തുടർന്നെന്ന് ഉറപ്പ്. ഒടുവിൽ ഹൈക്കോടതി ഇടപെട്ടാണല്ലോ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ തിരിച്ചെത്തിച്ചത്. കുറച്ച് ഗ്രാം സ്വർണം കൂടുതൽ പൂശിയെന്ന് പറഞ്ഞ് PS പ്രശാന്ത് കൈയൊഴിഞ്ഞു. ഇതേ വാദമാണ് ജാമ്യം കിട്ടാൻ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനും പറയുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തുകൊണ്ട് മെല്ലെയായി? ഗുരുതരമായ ആരോപണം ഉന്നയിക്കുക. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥന്മാർ വലിയ സമ്മർദ്ദമാണ് SITയുടെ മീതെ ചെലുത്തുന്നത്. മുതിർന്ന 2 IPS ഉദ്യോഗസ്ഥന്മാർ. ഞാനൊരു മര്യാദയുടെ പേരിൽ അവരുടെ പേരിപ്പോൾ പറയുന്നില്ല. പക്ഷെ ദയവ് ചെയ്ത് അവർ രണ്ടുപേരും അവരുടെ പേര് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയ 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ SITയുടെ മീതെ, SITയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ദയവീത് അവരതിൽ നിന്ന് പിന്മാറണം. കോടതി മാത്രമാണ് ആശ്വാസം. സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്. കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ടാണ്. എങ്കിൽ പോലും ഞങ്ങൾ പറഞ്ഞിരുന്നു, എങ്കിലും അന്വേഷണ സംഘത്തിന്റെ മുകളിൽ നിയന്ത്രണമുണ്ട്, അവരുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. യോഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സമരങ്ങൾ സംഘടിപ്പിച്ച് സമരവേദികളിൽ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം പൂർണ്ണ തൃപ്തിയാണോ എന്ന നിങ്ങളുടെ ചോദ്യത്തിന് കൃത്യമായ, വ്യക്തമായ, ശക്തമായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണ തൃപ്തിയിലല്ല എന്ന് ഞങ്ങൾ പറയുന്നുവെങ്കിൽ ഹൈക്കോടതി അതിനെ അംഗീകരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ വാദമല്ല, ഇതിലെ സത്യസന്ധമായ വസ്തുതകൾ മനസ്സിലാക്കിയിരിക്കുന്നു. അത് പറയാനുള്ള സാമാന്യബോധം, അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഞങ്ങൾക്കുമുണ്ട്. ഞങ്ങളത് ആവർത്തിക്കുകയാണ്. ഈ അന്വേഷണം സർക്കാരിന്റെ നിയന്ത്രണത്തിൽ പോകുന്നത് ശരിയല്ല. അന്ന് ഹൈക്കോടതി കണ്ടത് അല്പമെങ്കിലും അതല്ല ആശ്വാസകരം തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി നടക്കുന്ന അന്വേഷണം ദുർബലപ്പെടുത്താനും അട്ടിമറിക്കാനും സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുന്നു. കാരണം കോടതിയുടെ നിരീക്ഷണത്തിൽ SIT നല്ല പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷെ ഇപ്പൊ അന്വേഷണം വളരെ മന്ദഗതിയിലായിട്ടുണ്ട്. അതിന്റെ കാരണം ഗവൺമെന്റിന്റെ ഇടപെടലാണ്. അന്വേഷണം ഇനി CPMന്റെ ഉന്നത നേതൃത്വത്തിലേക്ക്, മുൻ മന്ത്രിമാരിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോഴാണ് ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നത് വളരെ ഗൌരവതരമായ ഒരു കാര്യമാണ്. ഹൈക്കോടതിയും മെല്ലെപ്പോക്കിനെതിരെ ഉത്തരവിറക്കിയതിനാൽ പ്രതിപക്ഷത്തിന് അത് ആയുധമായിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് സ്വർണ്ണക്കൊള്ള നടന്ന 2019 ഉണ്ടായിരുന്ന പ്രസിഡന്റും കമ്മീഷണറും ജയിലിലായിട്ടും അന്നത്തെ അംഗങ്ങളിലേക്ക് അന്വേഷണം പോകാത്തത് ഹൈക്കോടതി എടുത്തു പറഞ്ഞത് ശ്രദ്ധേയമാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി 2 IPS ഓഫീസർമാർ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് VD സതീശൻ ആരോപിക്കുന്നത് ഈ ഇടപെടൽ പുറത്തെത്തിക്കാനാണ്. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളാകെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഹൈക്കോടതി ബെഞ്ചാണ്.
ആ ബെഞ്ചിന്റെ മുന്നിലാണ് കേസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം ഉള്ളത്. അവരാണ് ഈ അന്വേഷണ സംഘത്തെ ഇടക്ക് ബന്ധപ്പെടുകയും കാര്യങ്ങൾ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് ജാമ്യവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയതാണ്. അന്നേരം അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പരാമർശങ്ങൾ ഏതെങ്കിലും തരത്തിൽ അന്വേഷണ കമ്മീഷനെ ബാധിക്കുന്നൊരു കാര്യമല്ല. കാരണം അന്വേഷണ കമ്മീഷൻ നല്ല കൃത്യതയോടെ വ്യക്തതയോടെ അന്വേഷിച്ചു പോവുകയാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായ പരാമർശം ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന്. ഇദ്ദേഹത്തിന്റെ പരാമർശം എങ്ങനെ വന്നു എന്നുള്ളത് ഹൈക്കോടതി പരിശോധിച്ച് നോക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതൊക്കെ ഒരു കേസാണ്. ആ കേസിൽ ആരാണോ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ആ തട്ടിപ്പുകാർ ഏത് കൂട്ടത്തിൽപ്പെട്ടവരായാലും നിയമത്തിന്റെ കരങ്ങളിൽ പെട്ട് എന്ന നിലപാട് മാത്രമേ സ്വീകരിക്കാറുള്ളൂ. മുഖം നോക്കാതെ തന്നെ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്തവരെല്ലാം ജയിലിലുമാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഇതിൽ ഉന്നത നേതാക്കന്മാരും ഇതിൽ പങ്കുണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. പങ്കുണ്ടെന്ന് പറയുമ്പോൾ ഒരു ബന്ധമുണ്ട് ഉണ്ടല്ലോ, ഒരു 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 വ്യക്തിയുമായിട്ടുള്ള അടുപ്പമാണല്ലോ പല കാര്യങ്ങളും അവരെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു. അടുപ്പമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പ്രതിയായ ഗോവർദ്ധന്റെ കടയിൽ നിന്ന് ഉരുക്കിയ നിലയിൽ സ്വർണം പോലീസ് കണ്ടെടുത്തിട്ടും കേസ് വഴിതിരിച്ചുവിടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. വി ഡി സതീശനും രമേശ് ചെന്നിത്തല എന്തിനാണ് SIT അന്വേഷണത്തെ എതിർക്കുന്നത്? ആരെ സംരക്ഷിക്കാനാണ് ഈ വെപ്രാളം? മാധ്യമങ്ങൾക്ക് മുന്നിൽ തനിക്കൊപ്പം നിൽക്കുന്നവർക്ക് കേസിലെ പ്രതികളുമായുള്ള ബന്ധം എന്താണെന്ന് വി ഡി സതീശൻ തുറന്നു പറയണം. ഇതിന് ശബരിമലയിലുണ്ടായ ഗൗരവമുള്ള കാര്യങ്ങൾ അതിന്റെ ഗൗരവത്തിൽ തന്നെ പൊയ്ക്കോട്ടെ, അതിനൊന്നും ഒരു തടസ്സമില്ല. ശബരിമലയിലെ പുണ്യത്തെ പോലും കച്ചവടമാക്കിയ പാരമ്പര്യമാണ് UDF-നുള്ളത്. കള്ളന്മാരെ സംരക്ഷിക്കാൻ എങ്ങനെ ശ്രമിച്ചാലും സത്യം പുറത്തുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്വർണ്ണക്കൊള്ളയുടെ ഭാരം മുഴുവൻ താങ്ങേണ്ടി വരുന്നത് CPM ആണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ തോൽവി കൂടിയായതോടെ ഭാരം ഇരട്ടിയായി. താത്വിക അവലോകനത്തിലൂടെ MV ഗോവിന്ദൻ മറച്ചുവെക്കാൻ ശ്രമിച്ചാലും ഒളിച്ചുവെക്കാവുന്നതല്ല സ്വർണ്ണക്കൊള്ളയിലൂടെ ഉണ്ടായ പ്രതിച്ഛായ നഷ്ടം. കുറ്റാരോപിതരാണ് കുറ്റവാളികളല്ല എന്ന ന്യായമൊന്നും ഇവിടെ വിലപ്പോവില്ല. പാട്ടിലൂടെ പോലും സ്വർണ്ണക്കൊള്ള പാർട്ടിയെ പേടിപ്പിക്കുമ്പോഴാണ് പിടിവള്ളിയായി സോണിയാഗാന്ധി മുത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോട്ടോ CPM ആയുധമാക്കുന്നത്. ഈ പോറ്റി സ്വർണം വിറ്റു എന്ന് ഇപ്പൊ കണ്ടെത്തിയിട്ടുള്ള ഗോവർദ്ധൻ, അയാള് ബല്ലാരി സ്വദേശിയായ വ്യാപാരിയാണല്ലോ. ഇവര് രണ്ടാളും സോണിയാഗാന്ധിയുമായി ഒപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒരു ചിത്രത്തിൽ ഗോവർദ്ധൻ എന്ന ഈ കേസിലെ പ്രതിയിൽ നിന്ന് സോണിയാഗാന്ധി ഉപഹാരം സ്വീകരിക്കുന്ന നിലയിലാണ് ചിത്രം വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ചിത്രത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്ന ചിത്രമാണുള്ളത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട MP ആന്റോ ആന്റണി, പത്തനംതിട്ട ജില്ലക്കാരനും നിലവിൽ ആറ്റിങ്ങൽ MP-യുമായ അടൂർ പ്രകാശ്, അവര് സോണിയാഗാന്ധിയുടെ ഒപ്പമുണ്ട്. എന്താണ് ഇതില് സോണിയാഗാന്ധി രാജ്യത്തെ തന്ത്രപ്രധാന സുരക്ഷയുള്ള ഏതാനും ചിലരൊരാളാണ്. അവരുടെ അപ്പോയിന്റ്മെന്റ് ലഭിക്കാനുള്ള കാലതാമസത്തെപ്പറ്റി ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ മുൻനിര കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അപ്പോയിന്റ്മെന്റ് ലഭിക്കല് എളുപ്പമല്ല, സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിന്റ്മെന്റ് ലഭിക്കൽ. അങ്ങനെയുള്ള സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിന്റ്മെന്റ് എങ്ങനെ ഈ സ്വർണ്ണക്കേസിലെ പ്രതികൾക്ക് ലഭിച്ചു? പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റുന്നതല്ലോ. സോണിയാഗാന്ധിയുടെ കയ്യിൽ പോറ്റി ചരട് കെട്ടിക്കൊടുത്തതും അടുത്ത് ആന്റോ ആന്റണി MP നിൽക്കുന്നതും
തട്ടിപ്പുകാരൻ്റെ കോൺഗ്രസ് ബന്ധമെന്ന പേരിൽ CPM ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നു. ലക്ഷ്യം ഒന്നേയുള്ളൂ, സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് എങ്ങനെയെങ്കിലും തലയൂരണം. A. പത്മകുമാറും N. വാസുവും പാർട്ടിക്കാരല്ലെന്ന് പറഞ്ഞൊഴിയാൻ CPMന് കഴിയില്ല. അപ്പോൾ ഒന്നേയുള്ളൂ വഴി, വിഷയം തിരിക്കുക. PM ശ്രീയിലും വൈസ് ചാൻസലർ നിയമനത്തിലും സംഘപരിവാറിന് കീഴടങ്ങി എന്ന ആരോപണത്തിന് പകരം ലോക്സഭാ സ്പീക്കറുടെ ചായ സൽക്കാരത്തിൽ പ്രിയങ്ക ഗാന്ധിയും MK പ്രേമചന്ദ്രനും പങ്കെടുത്തത് ആയുധമാക്കുന്നതും കാണേണ്ടി വരുന്നു. ഞാൻ സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടി പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ഒരു കാട്ടുകള്ളനാണ് എന്നോടൊപ്പം വന്നത് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ കാട്ടുകള്ളനെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഞാൻ ഒരു കാരണവശാലും അദ്ദേഹത്തെ അടുപ്പിക്കുകയില്ലായിരുന്നു. മാത്രമല്ല, എൻ്റെ ശ്രദ്ധയിൽ വന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ ഞാൻ ശ്രീമതി സോണിയാഗാന്ധിയും ഈ കാര്യങ്ങൾ ഞാൻ ധരിപ്പിക്കുമായിരുന്നു എന്നുള്ളത് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. കൂടിക്കാഴ്ച എന്നാ നടന്നത്? പറ സുഹൃത്തെ, എന്നാ നടന്നത് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, സോണിയാഗാന്ധിയെ കൂടിക്കണ്ടത് കൊണ്ടാണല്ലോ പൂറ്റിക്ക് ഇത്രയും വലിയ പരിവേഷം കേരള സർക്കാർ കൊടുത്തത്. കേരളം ഭരിക്കുന്നത് നിങ്ങൾ, ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് നിങ്ങൾ. ഈ കാര്യത്തിൽ അയ്യപ്പന്റെ സ്വർണം കവർന്ന 2 പ്രധാനപ്പെട്ട CPM നേതാക്കൾ ജയിലിലാണ്. അവരെ ഇപ്പോഴും CPM സംരക്ഷിക്കുകയും അവർക്കെതിരെ നടപടിയെടുക്കാതിരിക്കുകയും ചെയ്യാം. എന്നിട്ട് അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നടത്തിയ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റിയുടെ ഫോട്ടോ ഉണ്ടെന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചു. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഉണ്ടല്ലോ, ഞങ്ങൾ മുഖ്യമന്ത്രി സ്വർണ്ണക്കൊള്ളയിലെ പ്രതിയാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇങ്ങനെയുള്ള ആളുകൾ പലരിടത്തും പോയിട്ട് പലരുടെയും ഫോട്ടോ ഉണ്ടാവും. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. നമ്മളിപ്പോൾ ഓരോരുത്തരെയും നമ്മൾക്ക് പരിചയപ്പെടുന്നത് അവരുടെ മുഴുവൻ ആൻറ്റിസിഡൻസും പരിശോധിച്ചിട്ടല്ല. ചിലപ്പം ചില ആളുകൾ പരിചയപ്പെടും, എല്ലാവരെയും പരിചയപ്പെടും. ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും പലരെയും പരിചയപ്പെടും. അവരുമായിട്ട് ബന്ധപ്പെട്ട് കുറ്റകൃത്യങ്ങളെല്ലാം നിർവഹിച്ചിട്ടുള്ളത് CPMൻ്റെ നേതാക്കളാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തെ തോളത്ത് കയറ്റി നിൽക്കുന്ന ഫോട്ടോയും വന്നിട്ടും ആരുടെ നിയന്ത്രണത്തിലാണ് ശബരിമലയിലെ കൊള്ള നടന്നതെന്ന് ഹൈക്കോടതി നിയോഗിച്ച മുഖ്യമന്ത്രി ഭരിക്കുന്ന വകുപ്പിലെ പോലീസുകാർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ മുടന്തിൻ്റെ ഞങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. അത്തരം പൊതുരംഗത്ത് നിൽക്കുന്നവരെ, മന്ത്രിമാരെയൊക്കെ പലരും വന്ന് കാണും. ആ കാണുന്നവരുടെ ജാതകം നോക്കിയല്ല മന്ത്രിമാരെ അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത്. എന്നാൽ അതുകൊണ്ട് തന്നെ അതിനൊരു വലിയ പ്രസക്തിയുണ്ട്, അത് പുറത്തു വിടുന്നതിൽ പ്രസക്തിയുണ്ടെന്ന് വിചാരിച്ചില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വെറും സൈബർ ഗുണ്ടകളുടെ നിലവാരത്തിലേക്ക് താഴ്ന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നടന്ന മോഷണം, അതിനു മുമ്പൊരു ഘട്ടത്തിൽ സോണിയാഗാന്ധിയെ കണ്ടതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ഈ ചിത്രത്തിനും പ്രസക്തിയുണ്ട് എന്ന് തോന്നി. കാരണം മറ്റൊന്നുമല്ല, വകുപ്പ് മന്ത്രി മോഷണം നടന്ന കാലയളവിൽ എന്ന് സംശയിക്കുന്ന സാഹചര്യത്തിൽ ആ കാലയളവിൽ ഒരു വിമാനത്താവളത്തിൻ്റെ പുറത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റ് 2 പേര്, ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയടക്കം 4 പേരുമായി ഒരു വട്ടമേശയുടെ ചുറ്റിനും ഇരുന്ന് ചർച്ച ചെയ്യുന്നത് അസ്വാഭാവികമായിട്ടുള്ള കാര്യമായിട്ട് തോന്നി. അതുകൊണ്ട് സോണിയാഗാന്ധിയെ പോയി കണ്ടത് ദുരൂഹമായി തോന്നുന്ന ഒരു മുഖ്യമന്ത്രിക്ക് മോഷണം നടന്ന കാലയളവിൽ ഈ 1-ാം പ്രതിയും മന്ത്രിയും പോലീസ് ഉദ്യോഗസ്ഥനും കൂടെ എന്ത് ചർച്ച ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് നീക്കിയതിന് പിന്നാലെ ചായ സൽക്കാരത്തിൽ UDF MPമാർ പോയതും പ്രധാനമന്ത്രിയുമായി കുശലം പറഞ്ഞതും അന്തർധാരയല്ലേ എന്ന ചോദ്യം ഉന്നയിച്ചത് ജോൺ ബ്രിട്ടാസ് MP. NK പ്രേമചന്ദ്രൻ അവിടെ പ്രധാനമന്ത്രിയുടെ സൽക്കാരത്തിൽ പോയി പങ്കെടുത്തതിൽ എനിക്ക് യാതൊരു അത്ഭുതവുമില്ല. സത്യസന്ധമായി പറയട്ടെ, അദ്ദേഹം നിരന്തരമായിട്ട് പ്രധാനമന്ത്രിയുടെ കോലായിലെ കഞ്ഞിവീഴ്ത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണ് അദ്ദേഹം. മാത്രമല്ല, ഒരു നഴ്സറി കുട്ടി ഇരിക്കുന്ന പോലെ യു ഷുഡ് സ്റ്റഡി ഹാർഡർ എന്നൊക്കെ പറഞ്ഞ് ചില അനുമോദനങ്ങൾ അത് ഏറ്റുവാങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒരു പുളവ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. കഴിയുമെങ്കിൽ RSP എന്നുള്ള പേര് RSS ഇടാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ പറയുന്നതിനോടൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. അദ്ദേഹം ഇങ്ങനെ പൊഴുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചൊരു പ്രവർത്തനം വേണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത്. കേരളത്തിലെ UDF MPമാർക്ക് ഈ കഴിഞ്ഞ സെഷനിലാകെ 2 പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? ഒന്ന് പാരയും 2 പാരടിയും. ഇതിനെല്ലാം വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടാ? പാര ആൻഡ് പാരഡി. ഏത്? പോറ്റിസ്തുതി. നിങ്ങൾ ആരും ചോദിച്ചില്ലല്ലോ. അയ്യപ്പന് പോലും പോറ്റിയെ അറിയുന്നതിന് മുമ്പ് പോറ്റിയെ ഇവിടെ കൊണ്ടുവന്ന് സോണിയാഗാന്ധിയുടെ കയ്യിൽ നൂല് കെട്ടിച്ച വിദ്വാന്മാരാണ് അമ്മമാർ. ഏത്?
സർവശക്തിയായിരുന്നു ഒന്ന് സോണിയാഗാന്ധി. എനിക്ക് തോന്നുന്നു UP-യുടെ ചെയർപേഴ്സണായിരുന്നു. പ്രധാനമന്ത്രിയെ കാണാൻ പറ്റും, UP-എ ചെയർപേഴ്സണെ കാണാൻ പറ്റാത്ത സമയത്ത് ഈ പോറ്റിയെ കൊണ്ടുവന്ന് കയ്യിൽ നൂല് കെട്ടിച്ച വിദ്വാന്മാരാണ് അവന്മാർ. എന്നിട്ടാണ് അവർ പാർലമെന്റിന് മുമ്പിൽ നിന്ന് ഈ പാരടിപ്പാട്ട് പാടിയത്. അസാമാന്യ തൊലിക്കെട്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതേ സമയത്ത് തന്നെ സ്വർണ്ണക്കൊള്ളയിലെ ഇടനിലക്കാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസുകാരുടെ അടുത്ത സുഹൃത്തെന്ന് സമർത്ഥിച്ച് ശബരിമലയിൽ പോറ്റിയെ കയറ്റിയവർ ഞങ്ങളല്ലെന്ന് ജനത്തെ ബോധിപ്പിക്കാനുള്ള തന്ത്രപരമായ നീക്കം. ഇതുകൊണ്ടൊക്കെ 2 CPM നേതാക്കൾ ജയിലിൽ കിടക്കുന്നത് മറയ്ക്കാൻ പാർട്ടിക്ക് കഴിയില്ല. അന്വേഷണ സംഘത്തിൽ സമ്മർദ്ദം ചെലുത്തി വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചാലും 2019 സന്നിധാനത്ത് നടന്നത് സ്വർണ്ണക്കൊള്ളയല്ല എന്ന് സ്ഥാപിക്കാൻ ആവില്ല. അന്ന് ദേവസ്വം വകുപ്പ് ഭരിച്ച കടകംപള്ളി സുരേന്ദ്രന് ഉറക്കം കിട്ടാത്തതിനും മറ്റു കാരണം തേടേണ്ടതില്ല.